നിങ്ങൾ കൂട്ടുകാരാണോ? അറിയാവോ? എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ലച്ചൂട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇന്ന്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എങ്കിലും നമുക്ക് അമ്പലത്തിലൊക്കെ പോകണമായിരുന്നു. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പെരുന്നാമ്പലത്തിലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്നാന്ന് വെച്ചാൽ ബർത്ത്ഡേക്കാരന്റെ ചിരി നോക്കിയേ. അയ്യോ. അപ്പൊ ബർത്ത്ഡേ നമ്മള് പിന്നെ ഉടനെ തന്നെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. ആഘോഷിക്കും കേട്ടോ, ഉറപ്പായിട്ട് ആഘോഷിക്കും. ഇല്ല. അപ്പൊ നമ്മള് ഇപ്പൊ എവിടെ പോവാന്ന് വെച്ചാലും നമുക്ക് ഇന്നൊരു കെയർ താമസം ഉണ്ട്. കെയർ താമസം വേറെ ആരെയല്ല, നമ്മുടെ വിജയ് ചേട്ടനല്ലേ. നമ്മുടെ വിജയ് ചേട്ടന്റെ കെയർ താമസമാണ്. വിജയ് ചേട്ടൻ ഈ പെരുന്നാമ്പലത്തിന് തൊട്ടിപ്പുറത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അനിയൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അനിയന് ചേട്ടായി മാത്രമേ ഉള്ളൂ ആകെ സത്യം പറഞ്ഞാൽ, അച്ഛനും അമ്മയൊക്കെ ആയിട്ട്. അപ്പം ചേട്ടൻ താമസിച്ചുകൊണ്ടിരുന്ന വീട് അനിയനായിട്ട് കൊടുത്തിട്ട് ചേട്ടായി പുതിയൊരു വീട് മേടിച്ച് മാറുകയാണ്. നല്ല സന്തോഷത്തോടെ അവര് അതെ. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ചേട്ടായിയുടെ പുതിയ വീട്ടിലോട്ട് നമ്മൾ പോവാണ്. അപ്പൊ ഇന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിൽ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും പോകണം. നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ആദ്യം പോയി നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് പോകട്ടെ. അതിനിപ്പുറം നമ്മുടെ ലച്ചൂട്ടി മീന് കൂട്ടുന്ന, ഇവിടെ പെരുന്നാമ്പലത്തിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് മീന് കൂട്ടുക എന്നുള്ളത്. അപ്പം ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മുടെ ലച്ചൂട്ടിയുടെ മീന് കൂട്ടലൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് ഓടി പോയി ഗിഫ്റ്റ് മേടിക്കും കേട്ടോ. യെസ്. ഇവിടെ തൊട്ട് പുറകിൽ ഒരു കടലാസ് പൂ നിൽപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ കേട്ടോ. ഇതുണ്ടോ, എന്ത് രസമാണെന്നറിയത്. ഈ പെരുന്നമ്പലത്തിലോട്ട് കയറി വരുമ്പോൾ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ആയിട്ട് എൻട്രൻസിന്റെ അവിടെ ഒരു വീടാണ് കേട്ടോ. ആ വീട് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കടലാസ് പൂ വൈറ്റ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ എടുക്കാം അല്ലേ? യെസ്. പോലെ നല്ല വലുപ്പമുണ്ട്. ലച്ചുക്കുട്ടി എത്തിട്ടി ഇതാ മീമി മോന് ബർത്ത്ഡേക്ക് മീമിക്ക് തീറ്റ പോത്തെ. എന്നൊക്കെയത് കണ്ടിട്ടാ. ആമി ചേച്ചി കൊടുക്കുന്നത് തിന്നുന്നുണ്ടോ? ലച്ചൂട്ടി ആമിക്ക് അതുപോലത്തെ വീട് വേണം. ഏതുപോലത്തെയാ? ഏതുപോലത്തെ വീടാ ആമിക്ക് വേണ്ടേ? ഓ, അവിടെ ഇരിക്കുന്ന പിള്ളേര് നിൽക്കുന്ന പോലത്തെ വീടോ? അതുപോലത്തെ വീടാണോ കുഞ്ഞിന് വേണ്ടേ? അയ്യോ എന്നാ സംഭവം എന്നറിയാം, നമ്മള് പഴയ വീട്ടിൽ നിന്ന് പോന്നല്ലോ, അവിടെ ഒരു കൂട്ടുകാരും ഇല്ല ആമിക്ക്. അതുകൊണ്ട് വിഷമം ആമിക്ക്. എടി ഇവിടെ നോക്കടി, ഇതെന്തുവാ? വാ ഒന്ന് കാണിച്ചേ. ഇല്ലില്ല, ഇങ്ങോട്ട് നോക്കിയടി. അയ്യോ ഇത് നോക്കിയേ, അത് നോക്കിയേ. മരിയേ കോക്കും ഞാൻ അന്ന മീമി കൊടുക്ക മമ്മിക്ക് കൊടുക്ക്. ഇത്ര ഇവിടെ ഉണ്ട് കേട്ടോ, ഇതെല്ലാം ഇട്ട് കൊടുക്കാം.
എടുത്തിട്ട് ചാടി വെള്ളം തെറിപ്പിക്കുന്നുണ്ട്. എന്നാലും എന്റെ തീറ്റിക്ക് ഒരു കുറവുമില്ല. നോക്കി അവളും തിന്നുന്നുണ്ട്, മീനും കൊടുക്കുന്നുണ്ട്. എന്ത് രസമാന്ന് നോക്കിയത്. വെള്ളം വെള്ളം വേറെയാണ് ഭയങ്കര കുറവാട്ടോ. നല്ല ഭംഗിയുണ്ട്. കയറി വരുന്നുണ്ട്. ഇതൊക്കെ എന്താ? ഓ ആവശ്യമിട്ട് പോകും. ഹലോ, ഇങ്ങടെ മുഖത്ത് തുണി. നിങ്ങൾ കൂട്ടുകാരാണോ? അറിയാവോ? ആണോ? മീന് ചീറ്റ് നമ്മളെ കൂട്ടുകാരെ ഒന്നിച്ച് കൊടുത്തോണ്ടിരിക്കുവല്ലേ മോനെ. തുണിന്റെ മേളിൽ ഇരിക്കുന്നോടോ നിങ്ങൾ കട്ട് തിന്ന സാധനം. നിങ്ങൾ കട്ട് തിന്ന മലര് തുണിന്റെ മേളിൽ ഇരിക്കുന്നു. കൊടുക്ക് വെച്ചിട്ട് കൊടുത്തേ, എത്തിയിട്ട് കൊടുത്തേ. ഇത് മീനൂട്ടും കൊച്ചിൻ്റെ കൂട്ടും ചോറും പറഞ്ഞത്. കൂടെ അവിടോട്ട് വെക്കണേ. എൻ്റെ ഓർമ്മയുണ്ട്, ഞാൻ മാറ്റി പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ കൂട്ടുകാരിട്ട് കഴിഞ്ഞില്ലേ? കട്ടി തിന്നേ മലര് വീണ്ടും മലരെ തിന്നോണ്ടിരിക്കാതെ ഇട്ട് കൊടുത്തിട്ട് വാ, നമുക്ക് അമ്പലത്തിൽ പോകാം. കേറി നമുക്ക് പോണ്ടേ, മുച്ചേച്ചിയുടെ വീട്ടിൽ പോണ്ടേ? മറിയാമ്മ ഇറങ്ങി നടന്ന് പിടിക്കരുത് വേണ്ടി അമ്മയും നമ്മളെല്ലാരും അമ്മയും ചേച്ചി അച്ചോടെ താമര എന്ന താമര തട്ടല്ലേ. എല്ലാം കൊള്ളാം. പിടിച്ചോ. ശരി സാറേ. ഒരു വയച്ചാരി അപ്പച്ചി മറിയാമ്മ ഇന്ന ഒന്ന് ഒരു മഞ്ഞൾ ഇവിടാണ് വെക്കണ്ടേ. അത് നോക്കിയ മോനെ, ഒരു നടന്നു വരുന്ന കള്ള. വാ ബെർത്തിനെ കളി. ഇവിടെ കാല് പൊള്ളിച്ചുകൊണ്ടേ എടുത്തോ. അവിടെ ചൂടില്ലായിരുന്നു. പോകുന്നുണ്ട് കേട്ടോ. അതിനറിയല്ലേ ഇവിടെ പൊള്ളുന്നുണ്ട്, അതുകൊണ്ട് അപ്പുറത്തെ പുല്ലേക്ക് കൂടി കയറി നടക്കുക. നോക്കി പോണേ. പറഞ്ഞോ നെബ. ഈവനിന്റെ രാജാവായ വിജീഷേട്ടന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പ്രതീക്ഷിക്കും കേട്ടോ. അയ്യോ, ഇതെന്തൊക്കെയാ? ഇതിപ്പോ കല്യാണമാണോ? രണ്ടും അറിയാമോട് ഇവിടെ എത്തിപ്പോ പറഞ്ഞു.
വിജു ചേട്ടൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ നിൽപ്പുണ്ട് ആനയിക്കാൻ വേണ്ടിയിട്ട്. എന്ത് ഇത് കാണാലോ. ആഹാ എല്ലാം ഉണ്ടല്ലോ, അടിപൊളി സൂപ്പറുണ്ട്. എല്ലാരും കേൾക്കാം. ഓടി വന്ന് കെട്ടിപ്പിടിച്ചെല്ലാം കേട്ടിട്ടുണ്ട്. അടിപൊളി. ആള് പിന്നെ പറഞ്ഞത് ഓ അമ്മുൻ്റെ മുറി. ഓ അടിപൊളി അമ്മുൻ്റെ മുറി. ഇതാരൊക്കെ അമ്മുൻ്റെ മുറിയില് എല്ലാരും ഉണ്ടല്ലോ. ഇത് നോക്കിക്കേ, അമ്മു ചേച്ചിയുടെ മുറി നോക്കിക്കേ. ഹായ്, ഇത് നോക്കിക്കേ, കളിപ്പാട്ടൊക്കെ നോക്കി അമ്മു ചേച്ചിയുടെ. ചുറ്റാണ്ട് കിടന്ന് തൂങ്ങുന്നു. എൻ്റെ വീടുന്നു അപ്പുറത്തെ സൈഡിൽ നിന്ന് മാറി ഇപ്പുറത്തെ സൈഡിലോട്ട്. മോനെ വശമുള്ളപ്പോൾ ഇപ്പുറത്തോട്ട് പോകുന്നു. ഇപ്പുറത്തോട്ട് ഇപ്പം കാണുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ, ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ട്. അവിടുത്തെ റൂം കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമാണോ? വെറുതെ ഒരു ഡ്രസ്സിംഗ് റൂമും കൂടെ. ഇത് പെട്ടെന്ന് കൈപ്പറ്റണം പറയൂ. ഭയങ്കര വെയിറ്റ്. ഇത് തൂക്കി പിടിച്ചോണ്ട് നടക്കാൻ വയ്യാട്ടോ. കൈ പറ്റണം. ആ ചാനലിന് പേരെന്ന് ഞാൻ മറന്നുപോയി. ആ മെട്രിക്സ്. അത് ഒരു രക്ഷയില്ലാത്ത വീഡിയോ.